പെറ്റ് കിടക്കുന്നുവെന്ന് 100 തവണ പറഞ്ഞ് ആ നുണയെ സത്യമാക്കാമെന്ന വി.ഡി. സതീശന്റെ ഗീബൽസ്യൻ തന്ത്രമാണ് ഇന്ന് ആധികാരികമായി പൊളിഞ്ഞു വീണത്. വി.ഡി. സതീശനും എ.കെ. ആന്റണിയും പറഞ്ഞ ആ ഖജനാവിൽ 5429 കോടി രൂപയുണ്ടെന്നാണ് ഒടുവിലത്തെ കണക്ക്. 2 മാസത്തെ ക്ഷേമ പെൻഷനുള്ള പണം കൂടി നീക്കിവെച്ച ശേഷമുള്ള തുകയാണിത്. കടമെടുപ്പ് മഹാ അപരാധമാണെന്ന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 7 ദിവസത്തിനുള്ളിൽ കടമെടുത്തത് 4500 കോടിയോളം രൂപയാണ്. അധികാരത്തിലേറിയാൽ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കുമെന്ന് വീമ്പിളക്കിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് സമ്പാദിച്ച പേര് അന്വർത്ഥമാക്കുകയാണോ? തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് പടച്ചുവിട്ട നുണകൾ പോലെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പൊള്ളയാകരുത് എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. കേന്ദ്രം സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചിട്ടും ചെലവ് വെട്ടിച്ചുരുക്കാതെയും തനത് നികുതി വരുമാനം കൂട്ടിയും ഒരു നാടിനെ കരുത്തോടെ നിർത്തിയത് എത്ര നുണക്കോട്ടകൾ കെട്ടിയാലും മറക്കുവാൻ കഴിയുമോ? പൂച്ച പെറ്റുകിടന്നുവെന്ന് പറഞ്ഞ ആ ഖജനാവിൽ നിന്നെടുത്ത പണം കൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ വസതിയടക്കം മോടി പിടിപ്പിക്കുന്നത്? വാസ്തവവുമായി പുലബന്ധമില്ലാത്ത നുണകളല്ലേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്? നുണകൾ മാത്രമല്ലേ പെറ്റുപെരുകിച്ചുകൊണ്ടിരുന്നത്?